കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ നിർമാല്യ പൂജ മുതൽ ഭാഗച്ചാർത്ത് കഴിഞ്ഞ് മലർനിവേദ്യം വരെ ഉള്ള ആ പൂജയും അതുപോലെ അവിടുത്തെ ചടങ്ങുകളും ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്നിപ്പോൾ ഭാഗ്യവശാൽ വീണ്ടും സോപാനം കാവൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. ആദ്യം തന്നെ രാവിലെ നിർമാല്യത്തിൻ്റെ സോപാനം ആണ് കിട്ടിയത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വളരെ സന്തോഷമായി. അപ്പോൾ ആ പൂജകളും ഒക്കെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഏകദേശം 2:30-2:45 മേൽശാന്തി കുളിച്ച് കൊടിമരത്തിൻ്റെ അവിടെ എത്തും. കൊടിമരത്തിൻ്റെ അതിന് വിളക്ക് പിടിച്ചിട്ട് മേൽശാന്തിക്ക് വിളക്ക് പിടിച്ചിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് മേൽശാന്തി ഉള്ളിലേക്ക് വരും. അങ്ങനെ അദ്ദേഹം കടന്നതിന് ശേഷം സോപാനങ്കാവൽ GD അവർക്കൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു മേൽശാന്തിയുടെ ധ്യാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം 3 മണിയുടെ മുൻപ് ആദ്യത്തെ അറയിലേക്ക് സോപാനം കയറി ആദ്യത്തെ അറയിലേക്ക് എത്തും. അവിടെ മേൽശാന്തി തയ്യാറായി നിൽക്കും. 3 അടിച്ച ഉടനെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ നട തുറക്കാൻ വേണ്ടി. അങ്ങനെ നാഴികമണി 3 അടിക്കും. 3 അടിക്കുന്ന അതേ സമയത്താണ് ഗോപുരവാതിൽ തുറക്കുക. ആ ഗോപുരവാതിൽ തുറക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ നട തുറന്നിരിക്കും. നട തുറന്ന് ആദ്യം തന്നെ ആ വലിയ മാല അങ്ങനെ ഊരാനുള്ള ശ്രമമായിരിക്കും. അങ്ങനെ മാലകൾ ഓരോന്നായിട്ട് ഊരും. അപ്പോൾ ഒരു ഏകദേശം 3:05 3:10 3:08 ആകുമ്പോഴേക്ക് തന്നെ മാലകളും ഒക്കെ ഊരൽ കഴിയും. പിന്നെ കളഭം എടുത്തു വയ്ക്കും. തലേ ദിവസം ചാർത്തിയ അതാണ് നമുക്ക് കളഭ, അതായത് മുഖച്ചാർത്ത്, മുഴുക്കാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 1/2 ഉരുളയും 1 ഉരുളയും കളവായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നത്. 900 രൂപയ്ക്കും 1800 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും. മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ ആ കളഭം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അഭിഷേകമാണ്, ജലം കൊണ്ടുള്ള അഭിഷേകം. ആ അഭിഷേകം കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വാഗപ്പൊടി വിതറും, നെന്മിനി വാഗ. ആ നെന്മിനി വാഗ വിതറിയിട്ട് കുറച്ച് വെള്ളം അങ്ങനെ തളിച്ചിട്ട് ബ്രഷ് കൊണ്ടാണ് ആ വാഗപ്പൊടിയൊക്കെ ഭഗവാന്റെ ദേഹത്തെ എല്ലാ ഭാഗത്തും എത്തിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ അതൊരു 3:10 3:15 വരെ, അതിന് ശേഷം 3:15 3:10 3:20 ഉള്ള ഇടയ്ക്കുള്ള സമയം. ആ സമയത്താണ് വാഗച്ചാർത്ത്. അതാണ് വാഗച്ചാർത്ത് എന്ന് പറയാം. വാഗ ചാർത്തിയിട്ട് പിന്നെ അത് കഴുകി കളയും. ആ കഴുകി കളയുന്നതാണ് നമുക്ക് പുറത്തുനിന്ന് തീർത്ഥമായി കിട്ടുന്നത്. പുറത്തുനിന്നും അതുപോലെ അകത്തുനിന്നും തീർത്ഥമായിട്ട് കിട്ടുന്നത് വാഗച്ചാർത്തിൻ്റെ ആ ഒരു മണിക്കിണറിലെ ആ ജലമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും തൈലാഭിഷേകവും ഒക്കെ ആയിട്ട് തൈലാഭിഷേകം ആവും. അതും കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കൽ, മൊത്തം കുളിപ്പിക്കും. അങ്ങനെ ആ വാഗച്ചാർത്തും തൈലാഭിഷേകവും ശംഖാഭിഷേകവും ഒക്കെ കഴിയും. ശംഖാഭിഷേകം ഇത് കഴിഞ്ഞാലാണ്, കുളിച്ച് കഴിഞ്ഞാൽ ശംഖാഭിഷേകം കൂടിയായി. അതിനുശേഷം ചെറിയ ഒരു മാലയും, ഇന്നിപ്പോൾ ചുവന്ന മാലയാണ്, ആദ്യം തന്നെ ചുവന്ന തെച്ചി കൊണ്ടുള്ള മാലയാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ളത്. അതായത് ഒരു പാലഗോപാലൻ, ഒരു ഓടക്കുഴലൊക്കെ പിടിച്ചിട്ടുള്ള എന്താ പറയുക, മുരളീധരൻ വേണുഗോപാലനായിട്ടാണ് രാവിലത്തെ അലങ്കാരം ഉണ്ടാവുക. അതങ്ങനെ കുറേ നേരം മലർനിവേദ്യം അതിന് ശേഷമാണ് വരിക. അപ്പോൾ ഏകദേശം ഒരു
3:50 വരെ ഒക്കെ ഇതിൻ്റെ ഈ ചടങ്ങുകളായിട്ടാണ് വരിക. അത് തന്നെ ധാരാളമുണ്ട്. ശംഖാഭിഷേകം കുറേ സമയം വരും. അതുപോലെ ജലാഭിഷേകം, തീർത്ഥം കൊണ്ടുള്ള അഭിഷേകം ഉണ്ട് ആദ്യം. അങ്ങനെ ആ വാകച്ചാർത്തും എല്ലാം കഴിഞ്ഞ് പിന്നീട് 3:50 കൂടിയിട്ടാണ് നട അടയ്ക്കുക. അപ്പോൾ അതേവരെയുള്ള ആ പൂജകളെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് ശരിക്കും എന്നെ സംബന്ധിച്ച് 6:15 വരെയും ഗണപതി ഹോമം കഴിഞ്ഞ് നട തുറക്കുന്നത് വരെയും ഉഷപൂജ കഴിഞ്ഞ് നട തുറക്കുന്നത് വരെയും കാണാൻ പറ്റി. അതൊരു മഹാഭാഗ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവട്ടെ. ഇന്ന പൂജകളാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ആ മലർ നിവേദ്യത്തിന് ഉള്ളതൊക്കെ ഉണ്ട്. അതിനി അടുത്ത തവണ പറയാം. എന്തായാലും ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത് നിർമ്മാല്യ ദർശനവും അത് കഴിഞ്ഞ തൈലാഭിഷേകവും ശംഖാഭിഷേകവും വാകച്ചാർത്തുമാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട. വാകച്ചാർത്ത് തൊഴുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഇതാണല്ലോ. വാതരോഗ നിമഗ്നനായിട്ടാണ്. അപ്പോൾ വാതരോഗത്തിനൊക്കെ ശാന്തി കിട്ടാൻ വാകച്ചാർത്ത് തൊഴുതാൽ മതി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം തന്നെ ഏറ്റവും പ്രധാനമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ ഇന്നത്തെ നിർമ്മാല്യ ദർശനം കിട്ടിയ ആ ഒരു അവസ്ഥ, ആ ഒരു പ്രതീതി ഉണ്ടാവട്ടെ. അവിടെ രാവിലെ ആവുമ്പോൾ നിർമ്മാല്യ ദർശനമൊക്കെ സോപാനം വഴിയാണ് വരിക. കുറച്ചൊക്കെ അത്യാവശ്യം നല്ല തിരക്കാവും, എന്നാലും കാണാൻ പറ്റും. വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു അലങ്കാരമൊക്കെ കണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ നിർമ്മാല്യ ദർശനവും ആ തൈലാഭിഷേകവും ആ വാകച്ചാർത്തും അതുപോലെ എല്ലാ ചടങ്ങുകളും കണ്ടു എന്നുള്ള ആ ഒരു സംതൃപ്തി ഉണ്ടാവട്ടെ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന എല്ലാവരും ഇന്ന് രാവിലത്തെ നിർമ്മാല്യ ദർശനവും മലർ നിവേദ്യം വരെ കണ്ടു എന്നുള്ള ഒരു മനസ്സിലേക്ക് അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കടാക്ഷം എല്ലാവരിലേക്കും എത്തട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ നാരായണ 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 നാരായണ.